നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർതൃവീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയാണ് ബുധനാഴ്ച പൊള്ളലേറ്റ് മരിച്ചത്. യുവതിയുടെ കുടുംബം സ്ത്രീധന പീഡനമടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. പരിഷ്കൃതമെന്ന് നാം വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ മരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ഉറപ്പാക്കും. കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പി സതീദേവി പറഞ്ഞു. കാഴ്ചപരിമിതി നേരിടുന്ന തൃശൂരിലെ വീട്ടമ്മയ്ക്കും മകൾക്കും നൽകിയ വാക്ക് പാലിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 25 ലക്ഷം രൂപ ചിലവിൽ ജയ്സമ്മയ്ക്കായി യൂസഫ് അലി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ഇന്ന് കൈമാറും. വരടിയം അംബേദ്കർ സ്വദേശിനിയായ ജയ്സമ്മ മാത്യുവിനും 8ാം ക്ലാസ്സുകാരി മകൾക്കുമാണ് MA യൂസഫ് അലിയുടെ വീടൊരുങ്ങിയത്. ജയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിതം കഴിയുന്നത്. ഇവരുടെ ജീവിത ദുരിതത്തിന്റെ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കുടുംബത്തിന് സഹായമെത്തിക്കാൻ നിർദ്ദേശം നൽകിയത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ജയ്സമ്മയുടെ പേരിലുള്ള 5 സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പുള്ള വീട് പണിയാൻ യൂസഫ് അലി നിർദ്ദേശം നൽകി. തുടർന്ന് കഴിഞ്ഞ ജൂണിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങി. 900 സ്ക്വയർ ഫീറ്റിൽ 2 കിടപ്പുമുറികളും ഡൈനിങ് ഹാളും കിച്ചണും വർക്ക് ഏരിയയും ലിവിംഗ് റൂമും അടങ്ങുന്ന വീടാണ് ജയ്സമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. വീട് പണി പൂർത്തിയായപ്പോൾ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും യൂസഫ് അലി തന്നെ സമ്മാനിച്ചു. കട്ടളയും ജനാലയും മേൽക്കൂരയും അടക്കം തകർന്നു വീഴാറായ നിലയിലായിരുന്നു ജയ്സമ്മയുടെ വീട്. അന്ധയായ ജയ്സമ്മയുടെ ദുരിത ജീവിതത്തിന്റെ വാർത്ത ലണ്ടൻ സന്ദർശന വേളയിലാണ് മാധ്യമങ്ങളിലൂടെ MA യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ജയ്സമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ MA യൂസഫ് അലി വേണ്ട ഇടപെടലും നടത്തി. ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലിക്കൊപ്പം ലോട്ടറി കച്ചവടവുമായിരുന്നു ജയ്സമ്മയുടെ ഉപജീവനം. കൊടകര ഷഷ്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. പാവറട്ടി കാക്കശ്ശേരി സ്വദേശി കൊമ്പൻ വീട്ടിൽ എബിൻ ജോൺസണെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കാവടി സെറ്റുകൾ കൊടകര ടൗണിൽ പ്രവേശിക്കുന്ന സമയത്ത് ഹൈവേയിൽ നിന്നും വാഹനങ്ങൾ കൊടകര ഭാഗത്തേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം പാലിക്കാതെ ഇരുചക്രവാഹനത്തിൽ വന്ന പ്രതി കൊടകര SHOയെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും തള്ളിമാറ്റി ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുകയും മറ്റു യാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO PK ദാസ്, GASI ബേബി, GS CPOമാരായ പ്രതീഷ്, പ്രശാന്ത്, CPO ഷെയ്ഖ് ഇബ്രാഹിം എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കവർച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ തിരുവല്ലയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഒളരിക്കര സ്വദേശി കാഞ്ഞിരത്തിങ്ങൽ വീട്ടിൽ വിനുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2008 ജൂൺ 14 പുലർച്ചെ മാരകായുധങ്ങളുമായി കവർച്ച നടത്തുന്നതിനായി പോകുകയായിരുന്ന വിനുവിനെയും കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യമെടുത്ത ഒളിവിൽ പോയതിനെ തുടർന്ന് തൃശൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി പ്രതിക്കെതിരെ 2014 പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പിടികിട്ടാപ്പുള്ളികളെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ തൃശൂരിലുള്ള വീടും സ്ഥലവും വിൽപ്പന നടത്തിയതായും തിരുവല്ലയിൽ വിവാഹം കഴിച്ചതായും വിവരം ലഭിച്ചത്. തിരുവല്ലയിലുള്ള ഭാര്യ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിനു 2005 വർഷത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഴൽപ്പണം കവർച്ച ചെയ്ത കേസിലെ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO അമൃതരംഗൻ, GSI ജോയ്, CPOമാരായ NV ശ്രീജിത്ത്, ജിതിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്.
കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,775 രൂപയും പവന് 94,200 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.